ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി ബോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് ഇന്നൊരു ചക്ക കിട്ടി കേട്ടോ. അപ്പം ചക്കപ്പഴം വെച്ച് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ചക്കപ്പഴം എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉരുക്കിയ ശർക്കരയിൽ നിന്ന് 1 കപ്പ് ശർക്കരപ്പാനി ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം പാനി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പിന്നെയും അത് ശർക്കരയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി അത് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് 1 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ അത് നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ ചക്കപ്പഴത്തിൻ്റെ കുരുവെല്ലാം മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ചക്കപ്പഴം ഓരോന്നായിട്ടെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവല് വിളയിച്ചത് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ ചക്കപ്പഴവും എടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവൽ വിളയിച്ചത് നിറച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ എല്ലാ ചക്കപ്പഴത്തിൻ്റെ ഉള്ളിലും അവൽ വിളയിച്ചത് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ മൈദയിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതിനുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ആ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് വളരെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നിറച്ച് വെച്ച ഓരോ ചക്കപ്പഴവും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചക്കപ്പഴങ്ങളും ഈ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കാമേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ ചക്കപ്പഴം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഈ പലഹാരത്തിന്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.